മുട്ട അടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട അടയാണിത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. ഇപ്പോൾ കൂടുതൽ പേരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ അധികം ആരും കമൻറ്റ് ചെയ്യുന്നില്ല, ഒളിഞ്ഞിരുന്നിട്ട് കാണുകയാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് നമുക്കൊരു 3/4 കപ്പ്, 1 കപ്പിനടുത്ത് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടാവും, ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം, പക്ഷേ മൈദൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പിനടുത്ത് നമ്മൾ മൈദ എടുത്തതുകൊണ്ട് ഇതിലേക്ക് 1/4 കപ്പോളം പാല് വേണ്ടി വരും. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ കുറച്ചായിട്ട് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പാല് തിളപ്പിച്ചതൊന്നല്ല, തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ട് ചേർത്താലും മതി, തിളപ്പിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തേങ്ങാപ്പാലും അല്ല, പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഫില്ലിങ്ങും കൂടി റെഡിയാക്കുന്നുണ്ട്. തേങ്ങ വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്. ഈ ഫില്ലിങ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഫില്ലിങ് റെഡിയാക്കുന്നില്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ആ തേങ്ങ ഇടുന്ന സ്റ്റേജ് അങ്ങ് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷേ തേങ്ങ ചേർത്താൽ അത് ഒരു കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ തേങ്ങയുടെ ഫില്ലിങ് റെഡിയാക്കുന്നത്. അതിനാണ് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ആ തേങ്ങയുടെ ആ റോസ് സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കളർ ചേഞ്ച് ഒന്നും വരണ്ട, ചെറുതായിട്ട് ഒന്ന് തേങ്ങ വാടി കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഇനി 2 മുട്ട ആവശ്യമുണ്ട്. ഈ ഒരു മുട്ടയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു ഏലക്കായ് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ മുട്ടയുടെ ബാറ്റർ നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുട്ട അട എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലൊരു കുഴിയുള്ള ഫ്രൈങ് പാനാണ് വേണ്ടത്. ഇതിലേക്ക് ആദ്യം നമുക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയോ ഓയിലോ ഇതിനു വേണ്ടി യൂസ് ചെയ്യരുത്. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു അട നമുക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് 1-1.5 തവിയോ മാവ് കുറച്ച് കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ബേസ് എല്ലാ ഭാഗത്തും ഒന്ന് ഫില്ലാകുന്നത് വരെ ഒഴിച്ചു. ഇനി ഇതൊന്ന് കുക്കായി കിട്ടണം. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മുട്ടയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറേ അങ്ങോട്ട് എത്തണ്ട, കുറച്ചങ്ങ് കയറിപ്പോയാലും പ്രശ്നമില്ല, പക്ഷെ അത് ചുറ്റും അങ്ങ് ആയി വരരുത്. ഇപ്പോൾ മുട്ടയുടെ ബാറ്റർ ഒന്നങ്ങ് കുക്കായി തുടങ്ങുമ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ തേങ്ങയുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമാണെങ്കിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇത് ഈ ഭാഗത്തുനിന്ന് ഇപ്പുറത്തേക്കൊന്ന് ഫോൾഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ ഒന്നുമില്ലാത്ത ഭാഗത്താണ് നമുക്ക് ദോശമാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ആദ്യം ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ തണുപ്പായതുകൊണ്ട് നെയ്യ് നല്ല കട്ട കെട്ടി കിടക്കുകയാണ്.
ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച അടയില്ലേ, അതിൻ്റെ ഈ ഒരു മടക്കിയ ഭാഗത്തിൻ്റെ മുകളിലായിട്ട്, അതായത് രണ്ടും കണക്ട് ചെയ്യുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് വിട്ട് വിട്ട് കിടക്കും. ഈ റെഡിയാക്കി വെച്ച അടൻ്റെ മുകളിൽ മാവായിന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, നമ്മളിത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. നെയ്യ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സമയമൊന്നുമില്ല. നമുക്ക് ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനും പിന്നെ ഈ ഒരു അട സെപ്പറേറ്റ് ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചൊന്ന് നിരപ്പാക്കിയതിന് ശേഷം ആ തേങ്ങ ഇട്ട് കൊടുക്കുക. അത് റെഡിയായാൽ ഇത് അങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ തന്നെ ദോശമാവ് തീരുന്നത് വരെ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയുടെ മാവ് ബാക്കിയുണ്ടെങ്കിൽ ഈ അടൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 1-2 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ശ്രദ്ധിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണം, ഹെവി അല്ലേ, പൊട്ടിപ്പോകും. ഇതും ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചൂടൊക്കെ പോയിട്ടുണ്ട്, ഞാനൊന്ന് കട്ട് ചെയ്യാണ്. കണ്ടില്ല, നല്ല അടുക്കൊക്കെ വന്നിട്ട് നല്ല സൂപ്പറായിട്ടുള്ള സ്നാക്കാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ തേങ്ങയുടെ ഫില്ലിങ് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതിൽ പല വെറൈറ്റികളും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴി അപ്ലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്